എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കിരണും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ ചേർന്ന് ഓണമൊക്കെ അങ്ങ് ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. തിരുവാതിര കളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാദംബരിയും അതുപോലെ ദീപയും എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് അങ്ങ് ആഘോഷിക്കുന്ന ആ ഒരു സമയത്ത് കല്യാണി വിദേശത്ത് അവരുടെ ആ ഒരു രീതിയിൽ ഓണമൊക്കെ ആഘോഷിക്കുകയാണ്. അങ്ങനെ എല്ലാം നല്ല മംഗളമായിട്ട് നടക്കുന്ന ആ ഒരു സമയം നമ്മുടെ ശാരിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പം സരയു ചെന്നിട്ട് എന്താ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നൊക്കെ ശാരിയുടെ അടുത്ത് അന്വേഷിക്കുമ്പോഴത്തേക്കിനും ശാരി പറഞ്ഞു, മോളെ അമ്മയുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ഇപ്പം ഈ വീട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ അമ്മയത്? അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നോന്ന് സരയു ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കിനും, മോളെ ഒരു കാരണം വെച്ചാലും നിന്റെ അച്ഛനുമായിട്ട് ഇനി ഞാൻ കൂടി ചേർന്ന് ഒരു നല്ല ജീവിതമൊന്നും ഇനി ഉണ്ടാവില്ല. ആ ഒരു പ്രതീക്ഷയൊന്നും ഇനി എൻ്റെ മോൾക്ക് വേണ്ട കേട്ടോ. അമ്മ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞത്, അമ്മ പറഞ്ഞത് മോളെക്കാട്ടിലധികം എന്നെ ഇപ്പം മനസ്സിലാക്കുന്നത് എൻ്റെ മരുമോൻ തന്നെയാണ്. അവനാണ് തക്ക സമയത്ത് എന്ത് പ്രശ്നം വന്നാലും എന്നെ താങ്ങി നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ മനോഹരനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്ന സമയത്ത് സരയുനൊരു സംശയം, അതെന്താ അമ്മ അങ്ങനെ? അമ്മയ്ക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇതിനു മുന്നേ അമ്മ എന്നോടാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത്, പിന്നെ എന്തുകൊണ്ടാ അമ്മ ഇപ്പോൾ ഉള്ള സങ്കടങ്ങൾ എൻ്റെ അടുത്ത് പറയാത്തത്? മോളെ ഏതൊരു കാരണം ചെയ്യുമ്പോഴും ആ ഒരു കാര്യത്തിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. അപ്പം അത് എനിക്ക് നിന്നോടിപ്പം തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അമ്മ ഇപ്പം ഒരുപാട് സങ്കടങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ വിഷയം മാറ്റി സംസാരിക്കുമ്പം അമ്മേ നല്ലൊരു ഓണമല്ലേ വരുന്നത്? ദേ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ നല്ല ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുക, അത് രൂപാൻ്റിയുടെ വീട്ടിൽ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ അമ്മേ നമ്മൾ മാത്രം ഒരാഘോഷവും ഇല്ലാതെ? ഇനിയിപ്പം അധിക നാളില്ലല്ലോ കുഞ്ഞുവാവ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു സമയത്തെങ്കിലും അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത്. ഇവിടെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് പറ്റൂലേ? എൻ്റെ മനുവേട്ടൻ അമ്മയുടെ കൂടെ ഇല്ലേ? അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശാരിയെ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ട് അമ്മതേ രാവിലെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. അവിടെ പോയിട്ട് നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ വിഷമമൊക്കെ മാറുമെന്ന് സരയു ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നോക്കാം മോളെ, എന്താണെന്ന് വെച്ചാൽ വേണ്ടുന്ന പോലെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ശാരി അതേ ഇരിപ്പിരിക്കുക. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി ദാ നമ്മളെ കാണിക്കുന്നത് സേനനും രൂപയും ഒക്കെ ചേർന്ന് അമ്പലത്തിലെത്തുന്നതാ. അപ്പം അമ്പലത്തിലെത്തിയതും സേനൻ അവിടെ വഴിപാടൊക്കെ എഴുതിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഉടുത്തൊരുങ്ങി നമ്മുടെ സരയു നിൽക്കുന്നു. സരയുവിൻ്റെ ഒപ്പം തന്നെ ശാരി നിൽക്കുന്നുണ്ട്. അപ്പം സേനനൊരു സംശയം, സരയുവിനെ മൊത്തത്തിലൊന്ന് നോക്കുമ്പോഴത്തേക്കിനും സേനൻ വാങ്ങിക്കൊടുത്ത ആ ഒരു സാരി, അത് താരയുടെ കൈവശം കൊടുത്തു വിട്ട സാരി, ഈ സാരി തന്നെയാണല്ലോ സരയു ഉടുത്തിരിക്കുന്നത്. ഇനി താര അവളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാകുമോ? ഇനി അവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടാണോ താരയ്ക്ക് ഈ വലിയ അപകടം പറ്റിയത് എന്നുള്ളൊരു സംശയം സേനന് തോന്നുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ സരയുൻ്റെ അടുത്ത് ചെന്നു. സരയുൻ്റെ അടുത്ത് ചെന്നിട്ട് സരയുൻ്റെ അടുത്ത് ചോദിച്ചു, അതെ ഇത് നിന്റെ ഓണക്കോടിയാണോ? ആ എൻ്റെ ഓണക്കോടിയാ, എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാരി കണ്ടത് കൊണ്ട് ചോദിച്ചതാ. അപ്പം സരയുനാണെങ്കിലോ നമ്മുടെ സേനൻ്റെ ഈ മട്ടും ഭാവവും നോട്ടമൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇവൾക്ക് എന്തോ ഒരു വല്ലായ്മ ഫീൽ ചെയ്യുക. അങ്ങനെ അടുത്ത് നമ്മുടെ ശാരി നിൽക്കുന്ന സമയത്ത് ശാരിയുടെ അടുത്ത് സേനൻ ചോദിച്ചു, ഈ ഓണക്കോടി ഇത് ആരിവൾക്ക് സമ്മാനിച്ചതാ? അതെൻ്റെ അമ്മ സമ്മാനിച്ചതാണല്ലോ, എന്താ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് സരയു സേനനോട് ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പം ശാരിക്ക് കാര്യം പിടികിട്ടി. ഇത് താര കൊണ്ടുവന്ന ഓണക്കോടി തന്നെയാണെന്ന് ശാരിക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ. അങ്ങനെ ശാരി ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, മോളെ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് അതും ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടിയും പറഞ്ഞ് നിൽക്കുന്നത്? നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമുക്ക് പോവാന്നും പറഞ്ഞ് ശാരി സരയുവിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ സേനൻ ഈ സംശയത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പം നേരെ രൂപയുടെ അടുത്ത് ചെന്നു. രൂപയുടെ കാര്യങ്ങൾ പറഞ്ഞു. രൂപയുടോ ഇത് ഞാൻ അവൾക്ക് താരയുടെ കയ്യിൽ കൊടുത്തു വിട്ട ആ ഒരു സാരി തന്നെയാണ്, അത്യാവശ്യം വില കൂടിയ ഒരു സാരി തന്നെയാണ്. താരയുടെ മകൾക്ക് വേണ്ടിയിട്ട് താര എന്നോട് പറഞ്ഞു വിട്ടത്. എന്തായാലും ആ സാരി ഇപ്പോൾ സാരി ഉടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താര അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാവില്ലേ? ഇനി താരയ്ക്ക് അവിടെ വെച്ചായിരിക്കും അപകടം സംഭവിച്ചിട്ടുണ്ടാകുക, എനിക്ക് നല്ല സംശയം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കിരൺ വരികയാണ്.
കിരൺ വന്നതും കിരണിനോട് അച്ഛൻ ഇതേ സംശയം അങ്ങ് പറഞ്ഞു. അപ്പൊ സേനന്റെ ഈ സംശയങ്ങൾ കേൾക്കുമ്പോൾ കിരണും ഇതൊക്കെ ഇനി ആലോചിച്ചപ്പോഴത്തേക്കിനും അച്ഛൻ അങ്ങനെ അച്ഛൻ പറയുന്നത് ഉറപ്പിച്ചു തന്നെയാണെങ്കിൽ ഇത് താരാൻറ്റി കൊടുത്ത സാരി ആണെങ്കിൽ ഉറപ്പായിട്ടും താരാൻറ്റിക്ക് അപകടം പറ്റിയതിൽ ശാരിക്കും സരയിനും ഒക്കെ പങ്കുണ്ട്. ആൻറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാനൊന്ന് അന്വേഷിക്കാമെന്നും പറഞ്ഞ് കിരൺ നേരെ പോവുക. അപ്പൊ പോകുന്ന സമയത്ത് ഈ സരയും അതുപോലെ തന്നെ ശാരിയും കൂടി അവിടുന്ന് പെട്ടെന്ന് തന്നെ കടന്നു കളയാനുള്ള ചില പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ കിരൺ നമ്മുടെ ശാരിയെ തന്ത്രപൂർവ്വം വിളിച്ചിട്ട് അവളെ മാറ്റി നിർത്തി അവളോട് മാത്രമായിട്ട് സംസാരിക്കുക. എൻ്റെ പൊന്നു കിരണെ, നീ ഉപദ്രവിക്കരുത്, സരയും എൻ്റെ അടുത്തുണ്ട്. നമ്മൾ തമ്മിൽ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സരയുന് എന്തെങ്കിലും സംശയം തോന്നും. ആൻറ്റിയെ വെറുതെ വിടാനൊക്കെ ഞാൻ തയ്യാറാ, പക്ഷേ അതിനു മുന്നേ എനിക്ക് ചോദിക്കേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയും, സാരി ഉടുത്തിരിക്കുന്ന സാരി അത് താരാൻറ്റി വാങ്ങിക്കൊണ്ടുവന്ന സാരിയല്ലേ? ഇത് കേൾക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശാരിയുടെ മുഖമൊക്കെ അങ്ങ് മാറി. ശാരി ശരിക്കും ഭയന്നാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ ശാരിക്ക് ഇവൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശരിക്കും അങ്ങ് പേടിയായി. ശാരി ഇത് ഇവനോട് എന്ത് പറയും? ഇനി ഇവനോട് എന്തെങ്കിലും സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ ജയിലിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ശാരിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ താര മരിച്ചു പോയിരിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ പുന്നാരം വരുമ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പം മോനെ അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്കി പറയാൻ വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സരയു വരിക. അമ്മ എന്തിനാ ഇവന്റെ അടുത്ത് സംസാരിച്ച് നിൽക്കുന്നത്? അമ്മയ്ക്ക് ഇവനോടൊന്നും സംസാരിക്കാനില്ലല്ലോ, അമ്മ ഇങ്ങ് വന്നേന്നും പറഞ്ഞ് ശാരിയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കിരൺ ഒരു നോട്ടം നോക്കുകയാണ്. എന്തായാലും ശാരിയുടെ കാര്യത്തിന് ഒരു തീരുമാനമാക്കാനായിട്ട് കിരൺ ചെറിയ പ്ലാനൊക്കെ ഇടുമ്പോൾ ഇപ്പറേ പുത്തൻ ഓണക്കോടിയൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രകാശനെ കാണിക്കുകയാണ്. മോളെ, ഇത് ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ മോളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മോള് ഇപ്പൊ തന്നെ വിളിച്ച് പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായമൊക്കെ ചോദിക്കണം. എനിക്ക് സംസാരിക്കാനൊക്കെ വലിയ ഇഷ്ടമാ, പക്ഷേ ഇതുവരെ എന്നോടൊരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ മോളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വിളിക്കാത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞ് കാർത്തികയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ കാർത്തികയാണെങ്കിലോ താൻ വിളിക്കുന്നതും കാത്ത് തന്നെയാണ് എൻ്റെ അമ്മ ഇരിക്കുന്നത്. എന്തായാലും തന്നെ ഒരുപാടങ്ങ് സുഖിപ്പിച്ച് ഒരുപാടങ്ങ് മോഹിപ്പിച്ച് അങ്ങ് നിർത്തിയിട്ട് അവസാനം തന്നെ താഴെ തള്ളിയിടും. അതായിരിക്കും എൻ്റെയും എൻ്റെ അമ്മയുടെയും ഒക്കെ ഒരു പ്ലാന്. എന്തായാലും തൻ്റെ ഈ സന്തോഷങ്ങൾക്കൊന്നും വലിയ ആയുസൊന്നും ഉണ്ടാവില്ലടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇങ്ങനെ നിന്ന് ചിരിക്കുക. അപ്പം മോൾ എന്താലോചിച്ചാ ചിരിക്കുന്നത്? അതൊന്നുമില്ല അച്ഛാ, അച്ഛൻ ഈ വേഷത്തിൽ കണ്ട എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. കാര്യം എന്താണെന്നോ, എൻ്റെ അച്ഛനും ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയത്ത് അമ്മ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് അച്ഛനോടൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം മോളുടെ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയല്ലേ അച്ഛാ എൻ്റെ അമ്മ അച്ഛന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തത്. പിന്നെ അച്ഛൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ വിക്രത്തിനെ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ഒരു ആക്സിഡന്റിൽ പെടുത്തിയെന്ന്. അച്ഛാ, ഇവന് എൻ്റെ സ്വന്തം അനുജനായിട്ട് തന്നെയാണ് ഞാൻ ഇവനെ കാണുന്നത്. അതുകൊണ്ട് അച്ഛൻ പേടിക്കൊന്നും വേണ്ട. എൻ്റെ അനുജന്റെ ദേഹത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താലോ, അവൻ്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണിട്ടാലോ ഞാനത് സഹിക്കുന്ന കാര്യമൊന്നും അല്ല. ഞാനത് സമ്മതിച്ചും കൊടുക്കില്ല. എനിക്കറിയാം അവരോടൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പം അച്ഛൻ കണ്ടില്ലേ, കിരൺ നോട്ടം ഇട്ട് വെച്ചിരുന്ന കമ്പനി ഞാൻ പിടിച്ചടക്കിയില്ലേ? അതുപോലെ തന്നെ കിരണിൻ്റെതായിട്ടുള്ള എല്ലാം തന്നെ ഞാൻ എൻ്റെ കൈവശമാക്കും. അതിനുശേഷം കല്യാണിയും കിരണിനെയും ഒക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ പ്രകാശനും വിക്രവും മൂങ്ങാ മുത്തശ്ശിയും ഒക്കെ ഇതൊക്കെ കേട്ടങ്ങ് രസിച്ച് നിൽക്കുകയാണ്. കല്യാണിയുടെ പതനം, അതാണല്ലോ ഇവർക്ക് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണല്ലോ വെളുപ്പാങ്കാലത്ത് തന്നെ കുളിച്ചു തൊഴുത് അമ്പലത്തിൽ പോയി ചെയ്യാവുന്ന വഴിപാടൊക്കെ ചെയ്ത് വന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു വിശേഷമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ബാക്കി കഥകളും ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.